ഹൗസിൽ നമ്മളിപ്പോൾ റവന്യൂ മന്ത്രിയോട് സംസാരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഏതെങ്കിലും വിധത്തിലൊരു കയ്യേറ്റം അവിടെ നടന്നിട്ടുണ്ട് എന്നതിൽ വ്യക്തത വന്നാൽ ഒരു സംശയവും വേണ്ട, ക്രിസ്റ്റൽ ക്ലിയർ നടപടി ഉണ്ടാകുമെന്നാണ് റവന്യൂ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ വാർത്തയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ്. മനു, വളരെ നന്ദിയോടുകൂടിയാണ് ആ പ്രദേശത്ത്, അതായത് ഈ ചൊക്രമുടിയുടെ അടിവാരത്തിൽ താമസിക്കുന്ന ഏകദേശം 400ഓളം വരുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾ, 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന അതിൻ്റെ അടിവാരത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ നെറുകയ്ക്ക് മുകളിലാണ് ഇത്തരത്തിൽ വലിയ കയ്യേറ്റം. അതായത് ഈ ആനമുടി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ഈ ചൊക്രമുടി എന്ന് പറയുന്നത്. ആ ചൊക്രമുടിയിലാണ് പാറകൾ പൊട്ടിച്ച്, അതായത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശത്തു നിന്നും വെറും 200 മീറ്റർ മാത്രം നീങ്ങിയാണ് ഇത്രയും വലിയ കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഏകദേശം 3.5 ഏക്കർ സ്ഥലത്ത് ഈ അടിമാലി സ്വദേശിയായ സിബി ജോസഫിനും ഭാര്യയുടെയും പേരിൽ 3.5 ഏക്കർ സ്ഥലം പട്ടയഭൂമി ഉണ്ട് എന്നാണ് ആദ്യം അവിടെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേർക്ക് വീട് നിർമ്മിക്കാൻ NOC കൊടുത്തതിൻ്റെ മറവിലാണ് ഇത്രയും വലിയ, അതായത് ഏക്കർ കണക്കിന് സ്ഥലം മല ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചു. കിലോമീറ്ററുകൾ ദൂരം, അതായത് സർക്കാരിൻ്റെ യാതൊരുവിധ ഫണ്ടിങ്ങും ഇല്ലാതെ ഈ സ്വകാര്യ വ്യക്തികൾ പണം മുടക്കി, ഭൂമാഫിയ പണം മുടക്കി കിലോമീറ്ററുകളോളം റോഡ് നിർമ്മിച്ചു. അതുപോലെ തന്നെ അവിടെ 30ഓളം ഏക്കർ സ്ഥലത്തെ പ്രദേശത്ത് കീടനാശിനി ഉപയോഗിച്ച് അവിടെ വ്യാപകമായി ആ പ്രദേശത്തിൻ്റെ ജൈവ വൈവിധ്യങ്ങൾ തകർത്തുകൊണ്ട് അവിടുത്തെ വിവിധ, ഇപ്പം 2014 ഏറ്റവും കൂടുതൽ കുറിഞ്ഞി പൂത്ത ഒരു പ്രദേശമാണ് ഈ ചൊക്രമുടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരയാടുകളുടെ ഒരു പ്രദേശമാണ്, കാട്ടുപോത്തുകളുണ്ട്. അങ്ങനെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു മേഖലയിൽ വൻ കയ്യേറ്റമാണ് നടന്നത്. ഇത് കൈരളി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. ആ സമയത്ത് തന്നെ ഈ CPMൻ്റെ ആ പ്രദേശത്തെ നേതാക്കൾ, ജില്ലാ നേതൃത്വം അടക്കം കൃത്യമായി രംഗത്ത് വന്നിരുന്നു. നമ്മളുടെ ആദ്യത്തെ സ്റ്റോറിയിൽ തന്നെ ഇതിനകത്ത് ബൈറ്റ് തന്നത് CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ ശൈലജ സുരേന്ദ്രനാണ്. ആ ബൈറ്റിൽ തന്നെ CPMൻ്റെ നിലപാട് കൃത്യമായി പറയുന്നുണ്ട്. ഒരു രീതിയിലും ഈ കയ്യേറ്റത്തെ അനുവദിക്കാൻ സാധിക്കില്ല. അതിനോടൊപ്പം തന്നെ ഈ പ്രദേശം CPIMൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള, അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ പ്രദേശത്ത് സന്ദർശിച്ച് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ ഈ കയ്യേറ്റത്തിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് വിശദമായി തന്നെ മന്ത്രി സംസാരിക്കുകയുണ്ടായി ജോസിൽ. അതിൽ കൃത്യമായി നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി നമ്മളോട് നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ജോസിൽ.